മക്കളെ, നമ്മുടെ ഓണം എക്സാമിന് വോളിയം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം പഠിച്ചാലോ? ചോദ്യം ഇങ്ങനെയായിരിക്കും. നമ്മുടെ കയ്യിൽ രണ്ട് ബോക്സുകൾ ഉണ്ടായിരിക്കും, ഒരു ചെറിയ ബോക്സും ഒരു വലിയ ബോക്സും. ഈ രണ്ട് ബോക്സുകളുടെ നീളം, വീതി, ഉയരം ഇത് നമുക്ക് തന്നിട്ടുണ്ടാവും. അപ്പൊ നമ്മളോട് ചോദ്യം ഇത്രേ ഉണ്ടാവുള്ളൂ, ഈ വലിയ ബോക്സിൽ എത്ര കുഞ്ഞു ബോക്സുകൾ നമുക്ക് സ്റ്റാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും, അടുക്കി വെക്കാൻ വേണ്ടി പറ്റും. ഇതായിരിക്കും നമ്മളോട് ചോദിക്കുന്ന ചോദ്യം. ഇതെങ്ങനെയാ ചെയ്യുക? ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആ കുഞ്ഞു ബോക്സിന്റെ വോളിയം കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുക? വ്യാപ്തം ഇസ് ഈക്വൽ ടു നീളം ഗുണിക്കണം വീതി ഗുണിക്കണം ഉയരം. ഇതിന്റെ നീളവും വീതിയും ഉയരവും നമ്മൾ ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആ ചെറിയ ബോക്സിന്റെ വോളിയം കിട്ടും. അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആ വലിയ ബോക്സിന്റെ വോളിയം കാൽക്കുലേറ്റ് ചെയ്യണം. ഇതേപോലെ തന്നെ നീളം, വീതി, ഉയരം തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ ബോക്സിന്റെ വോളിയം കിട്ടും. ഇനി നമ്മളോടുള്ള ചോദ്യം എന്തായിരുന്നു? ആ വലിയ ബോക്സിൽ എത്ര കുഞ്ഞു ബോക്സുകൾ നമുക്ക് അടുക്കി വെക്കാൻ പറ്റുമെന്നുള്ളത്. ഇത് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ ആണ്. വലിയ ബോക്സിന്റെ വോളിയത്തിൽ നിന്നും ചെറിയ ബോക്സിന്റെ വോളിയം ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ കിട്ടുന്നതായിരിക്കും നമ്മുടെ ഫൈനൽ ആൻസർ. ഇത്ര സിമ്പിൾ ആയിട്ട് നമുക്ക് വോളിയം എന്ന് പറയുന്ന ചാപ്റ്ററിലെ ചോദ്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും. അത് മാത്രമല്ല, നമ്മുടെ ഓണം എക്സാമിന് എല്ലാ ചോദ്യങ്ങളും ഈസി ആയിട്ട് ചെയ്യാനുള്ള ട്രിക്സ് ഒക്കെ ആയിട്ട് ഞാനും വിജയർ സാറും നിങ്ങളുടെ മുമ്പിലേക്ക് വരുവാണ്, നമ്മുടെ മെഗാ മാരത്തോണുമായിട്ട്. ഫ്രണ്ട്സിനെ എല്ലാവരെയും കൂട്ടി കൃത്യസമയം തന്നെ ലൈവിൽ ജോയിൻ ചെയ്യുക. മാറിയ പുതിയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ എല്ലാ ചോദ്യങ്ങളും, സാധ്യതാ ചോദ്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഒരൊറ്റ ലൈവിൽ അടിപൊളിയായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ആരും തന്നെ മിസ് ചെയ്യരുത്. കൃത്യസമയം ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് നമുക്ക് ഓണം എക്സാം തകർക്കാം.